Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലാറ്റിസ് മോഡിഫയറിനെ കുറിച്ചാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ബോക്സോട് വരയ്ക്കുകയാണ്. ആ ബോക്സിന് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, സെഗ്മെന്റ്സ് ആകെ 1 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിന് ലാറ്റിസ് മോഡിഫയർ അപ്ലൈ ചെയ്യാൻ പോകുന്നു. മോഡിഫയർ ലിസ്റ്റിൽ ജസ്റ്റ് L പ്രസ് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് കാണുന്ന മോഡിഫയർ ആണ് ലാറ്റിസ് മോഡിഫയർ. ലാറ്റിസ് മോഡിഫയർ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പ് ഇങ്ങനെയാണ്. ഇതിൽ രണ്ട് പോർഷൻ ഉണ്ട്, ജോയിന്റും സ്ട്രട്സും. നമുക്ക് ജോയിന്റ്സ് മാത്രം വിസിബിൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ജോയിന്റ്സ് ഓൺലി ഫ്രം വെർട്ടിസസ് ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. സ്ട്രട്ട് മാത്രം ഓൺ ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടി ഓപ്പൺ ആവണമെങ്കിൽ ബോത്തും ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സ്ട്രട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് കണ്ടാൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിട്ടുന്നത്. ഈ ഓപ്പൺ സ്പേസ് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബോട്ടത്തില് എൻഡ് ക്യാപ്സ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ ഈ ഹോൾ പോർഷൻ കവർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഒരു ഹോളായിരിക്കും, കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ജസ്റ്റ് എൻഡ് ക്യാപ്സ് ഓൺ ആക്കി കൊടുത്താൽ അത് കവർ ചെയ്യും. നമുക്ക് സ്ട്രട്ടിന്റെ മോഡിഫൈ ചെയ്യണമെങ്കിൽ സ്ട്രട്ടിന്റെ റേഡിയസ് മോഡിഫൈ ചെയ്യാം. അതായത് റേഡിയസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഇപ്പൊ 2 ആണ്. ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷേപ്പ് ഉണ്ടാവും, മൊത്തത്തിൽ മാറി. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ സെഗ്മെന്റ്സ്, ഇപ്പൊ ആകെ ഒരു സെഗ്മെന്റ്സ് ഇല്ലല്ലോ, നമുക്ക് സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യാം. അത് ജസ്റ്റ് ഓൾട്ട് F4 ജസ്റ്റ് F4 നിൽക്കുക. ഫംഗ്ഷൻ കീ F4 നിൽക്കിയതിനു ശേഷം പ്രസ് ചെയ്ത് നമുക്ക് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. കണ്ടോ, സെഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് സെഗ്മെന്റ്സ് എവിടെ എത്ര ആഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യാനുസരണം സെഗ്മെന്റ്സ് കൊടുക്കുക. സൈഡ് ഇപ്പോ 4 സൈഡല്ലേ, നമ്മൾ സൈഡിന് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സർക്കുലർ ഷേപ്പിലേക്ക് എത്തും. കണ്ടോ, സൈഡ് ഇൻക്രീസ് ചെയ്ത് കണ്ടോ കറക്റ്റ് സർക്കുലർ ഷേപ്പിലേക്ക് എത്തി. നമുക്ക് എത്രയാണ് സൈഡ് വേണ്ടത് അത് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പൊ സ്മൂത്ത് ഇല്ല, ഇപ്പൊ സ്മൂത്ത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തതൊക്കെ വിസിബിൾ ആയിട്ട് കാണുന്നത്. ഒരു സൈഡ് കണ്ട കഷ്ണം പോലെ സൈഡ്സ് ഡിക്രീസ് ചെയ്യണം. കടാ, സ്മൂത്ത് ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് സ്മൂത്തും കൂടി ഓൺ ആക്കി കൊടുക്കുക. പിന്നെ ഇഗ്നോർ ഹിഡൻ എഡ്ജസ്, അത് ഓപ്പൺ ആക്കി കൊടുത്താൽ ഓരോ കോർണറിലേക്കും ഓരോ എഡ്ജും കൂടി വരും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ജോയിന്റ്സ്, ഇനി നമുക്ക് നോക്കാനുള്ളത് ജോയിന്റ്സ് ആണ്. ജസ്റ്റ് ജോയിന്റ്സ് മാത്രം ഓൺ ആക്കി കൊടുക്കുക. ബോത്ത് ആണെങ്കിൽ ബോത്ത് ഓൺ ആക്കി കൊടുക്കുക. നമുക്ക് ജോയിന്റ്സിന്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ, അതായത് ജോയിന്റ്സിന്റെ ഷേപ്പ് മാറ്റണമെങ്കിൽ ഹെഡ്ര ഷേപ്പിൽ പഠിച്ച പോലെ ടെട്ര പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജോയിന്റ്സ് മാത്രം ഓൺ ആക്കി കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ആയിട്ട്. ടെട്ര പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഒക്ട പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഐക്കോസ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതായത് സൈസ് വലുതാക്കണമെങ്കിൽ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഓൺ ആക്കി നമുക്ക് മനസ്സിലാവും റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ എത്ര വ്യത്യാസം വരുന്നു. കണ്ട, റേഡിയസ് 0 ആക്കി കൊടുത്താൽ അത് പോയി കിട്ടും. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതായത് ജോയിന്റ്സ് വേണ്ടെന്ന് കാണുന്ന ആവശ്യമില്ല എങ്കിൽ ജസ്റ്റ് സ്ട്രക്ട് മാത്രം ഓൺ ആക്കി കൊടുക്കുക. സ്ട്രക്ട് വേണ്ട, ജോയിന്റ്സ് മാത്രം മതിയെങ്കിൽ ജോയിന്റ്സ് ഓൺ ആക്കി കൊടുക്കുക. പക്ഷെ ജോയിന്റ്സ് ഇവിടെ ഇല്ലാത്തത് ജോയിന്റ്സിന്റെ റേഡിയസ് വാല്യൂ 0 ആയതുകൊണ്ടാണ്. 0ക്ക് പകരം ഒരു 2 കൊടുത്തിരിക്കുക. അപ്പൊ കണ്ട, ജോയിന്റ്സ് മാത്രം കാണാൻ പറ്റും. ഇനി സ്ട്രക്ട് മാത്രം കാണണമെങ്കിൽ സ്ട്രക്ട് ഓൺ ആക്കി കൊടുക്കുക. ഇനി സ്ട്രക്ടിന്റെ വാല്യൂ 0 കൊടുത്താൽ സ്ട്രക്റ്റും കാണാൻ പറ്റില്ല. കണ്ടോ, സ്ട്രക്ട് ഒന്നെങ്കിൽ ഇവിടെ 0 ആക്കി കൊടുത്താൽ മതി നമുക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഏതാണോ വേണ്ടത് ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഓൺ ആക്കി കൊടുത്തു. നമുക്ക് സെഗ്മെന്റ്സ്, അതായത് പൈക്കോസ കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യാം. കണ്ട, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് സർക്കുലർ ഷേപ്പ് കിട്ടും. കണ്ട, സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് സർക്കുലർ ഷേപ്പ് കിട്ടും. ഡിക്രീസ് ചെയ്യുമ്പോൾ കണ്ട, അത് ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് സർക്കുലർ ഷേപ്പ് കിട്ടും. അതിനാണ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത്. എത്രയാണ് നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാനുള്ളത്. സ്മൂത്ത് ഓൺ ആക്കി കൊടുക്കണമെങ്കിൽ സ്മൂത്ത് ഓൺ ആക്കി കൊടുക്കാം ജോയിന്റ്സിന്റെ അവിടെ. ഇനി നമ്മൾ ഇവിടെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, സെഗ്മെന്റ്സ് ഒക്കെ ആകെ ഒരെണ്ണേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനനുസരിച്ച് ജോയിന്റ്സും സ്ട്രക്റ്റും വന്നിട്ടുള്ളത്. നമ്മൾ ബോക്സിന്റെ ഷേപ്പ് എടുത്ത് ലെങ്ത് സെഗ്മെന്റ് ഞാൻ ഇപ്പൊ ഇൻക്രീസ് ചെയ്തു, 4 ആക്കി. അപ്പൊ അതിനനുസരിച്ച് ജോയിന്റും സ്ട്രക്റ്റും അത്രയധികം
ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വിഡ്ത്ത് സെഗ്മെന്റ്സും 4 കൊടുത്തു. അപ്പൊ കണ്ട അപ്പൊ അവിടെയും വന്നിട്ടുണ്ടായിരിക്കും വിഡ്ത്തിലും. ഈ ഹൈറ്റ് സെഗ്മെന്റ് 4 കൊടുത്തു. നമ്മൾ എത്ര സെഗ്മെന്റ്സ് ആഡ് ചെയ്തോ അതിനനുസരിച്ചാണ് വരിക. അപ്പൊ കണ്ട അതിനനുസരിച്ച് ഷേപ്പ് മാറി. അപ്പൊ സെഗ്മെന്റ്സിന്റെ എണ്ണം കൂടുന്തോറും അതിനനുസരിച്ച് സ്ട്രക്റ്റും ജോയിന്റും അതിനനുസരിച്ച് ഉണ്ടാവും. എത്ര ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഷേപ്പിൽ വ്യത്യാസം വരും. ഇനി നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ കേജ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ബോക്സ് വരച്ചു. അതിനുശേഷം ജസ്റ്റ് അതിന്റെ സെഗ്മെന്റ്സ് ഞാനിപ്പോ സെഗ്മെന്റ്സ് ഇപ്പോൾ ഒരു 8 കൊടുത്തു, 8 കൊടുത്തു, 8 കൊടുത്തു. അതിനുശേഷം മോഡിഫയറിൽ ലാറ്റിസ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ കണ്ട ഇപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പാണ് വന്നത്. ഞാൻ അതില് സ്ട്രക്ട് മാത്രം മതി, നമുക്ക് സ്ട്രക്ട് മാത്രം മതി ഒരു കേജ് ലുക്ക് കിട്ടും. അതിൽ നമുക്ക് വാല്യൂ ഇപ്പൊ ഒരു 0.5 മതിയെങ്കിൽ കണ്ട എങ്ങനെയാണ് ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊരു കോൺ വരച്ചിട്ട് ഇപ്പോ ഒരു ഷേപ്പ് ഉണ്ടാക്കണമായിരിക്കുക. കോൺ വരച്ചു, റേഡിയസ് 2 ഇൻക്രീസ് ചെയ്യാൻ വരച്ചു. ഞാൻ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. അതിലേക്ക് ഞാൻ FFD മോഡിഫയർ അപ്ലൈ ചെയ്യണം. FFD അതിന് മുന്നേ ഞാൻ ഈ കോണിനെ ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്തു. അതിനുശേഷം അതിൽ 4ാമത്തെ ഓപ്ഷൻ കൊടുത്തു, ജസ്റ്റ് ടോപ്പ് സർഫസ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ബോട്ടം സർഫസ് ഉണ്ട്. ഈ ബോട്ടം സർഫസ് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡിറ്റാച്ച് കൊടുത്തു. ഡിറ്റാച്ച് കൊടുക്കുമ്പോൾ പുതിയൊരു കംപ്ലീറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റ് മാത്രം വേറൊരു സെപ്പറേറ്റ് ആവുകയാണ്. അപ്പൊ ഒബ്ജക്റ്റിന് ഒരു നെയിമും കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തു, അതായത് അടിയത്തെ പോർഷൻ ഒഴികെ ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. അതായത് ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തു കണ്ട. അതിനുശേഷം നമ്മൾ മോഡിഫയർ കൊടുത്തു. മോഡിഫയർ ലിസ്റ്റിൽ ലാറ്റിസ് കൊടുത്തു, ലാറ്റിസ് കൊടുത്തു. ഇങ്ങനെ ലാറ്റിസ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് അപ്ലൈ ടു എൻഡിയർ ഒബ്ജക്റ്റ്. എൻഡിയർ ഒബ്ജക്റ്റ് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ഒബ്ജക്റ്റിലേക്കാണ് കൊടുക്കുന്നത്. എൻഡിയർ ഒബ്ജക്റ്റ് ആവശ്യമില്ലെങ്കിൽ അത് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതില് സ്ട്രക്ട് മാത്രം ഓൺ ആക്കി കൊടുത്തു കണ്ടോ. സ്ട്രക്ട് മാത്രം ഓൺ ആക്കി കൊടുത്തപ്പോൾ നമുക്കൊരു വേസ്റ്റ് ബക്കറ്റ് അങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് കിട്ടി. ഞാൻ ഇതിൽ നമുക്ക് വാല്യൂ മാറ്റണമെങ്കിൽ സ്ട്രക്റ്റിന്റെ വാല്യൂസ് ഇപ്പൊ 2 പകരം 1 കൊടുത്താൽ അതിനനുസരിച്ച് കിട്ടും. കണ്ടോ ഷേപ്പ് കിട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യും. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. ബോക്സ് വരച്ചു കൊടുത്തു. അതിന്റെ സെഗ്മെന്റ്സ് 7, ലെങ്ത് സെഗ്മെന്റ്, വിഡ്ത്ത് സെഗ്മെന്റ്, ഹൈറ്റ് സെഗ്മെന്റ് 7 ആണ്. അതിനുശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ അതിനെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൽ 4ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് 4 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പോളിഗൺ മാത്രം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. ഞാൻ ജസ്റ്റ് F4 പ്രസ് ചെയ്തു. അപ്പൊ നമുക്ക് സെന്റർ ചെയ്ത പോളിഗൺസ് മാത്രം ഈ 4 വശത്തെ 1. ഇനി ഓൾട്ട് മൂവ് ചെയ്യുക ജസ്റ്റ്. അതിനുശേഷം ഇവിടുത്തെ 2, 3, 4. അതിനുശേഷം ജസ്റ്റ് ഗ്രോ കൊടുക്കുക. ഗ്രോ കൊടുത്താൽ അതിനെ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് മൊത്തം ഗ്രോ ആവും. ഒന്നുകൂടി ഗ്രോ കൊടുത്താൽ എൻ്റെ പോർഷൻസ് കിട്ടും. ഇനി നമ്മൾ മോഡിഫയർ ലിസ്റ്റിൽ ഇപ്പൊ സെലക്ട് ചെയ്ത ഏരിയക്ക് മാത്രം നമ്മൾ ലാറ്റിസ് അപ്ലൈ ചെയ്യാം. മോഡിഫയർ ലിസ്റ്റ് കൊടുത്തു, അപ്ലൈ ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ലാറ്റിസ് അപ്ലൈ ചെയ്തു. ലാറ്റിസ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബോഡിയിലാണ് കിട്ടുക. നമ്മൾ സെലക്ട് ചെയ്ത ബോഡിയിലേക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ടു എൻഡിയർ ഒബ്ജക്റ്റ് ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത പോർഷനിലേക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടിക്ക് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ടോ നമ്മൾ എവിടെയാണോ കൊടുത്തിട്ടുള്ളത് ആ ഏരിയക്ക് മാത്രം സ്ട്രക്ട് മാത്രം മതിയെങ്കിൽ സ്ട്രക്ട് മാത്രം മതി, ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക. കണ്ടോ അതാണ് നമ്മുടെ ഷേപ്പ് എന്നുള്ളത്. കണ്ടോ ജസ്റ്റ് ഒരു ഗേജ് പോലെ ഷേപ്പ് കിട്ടി. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേറെ ഷേപ്പ് ഇപ്പോൾ സ്പിയറിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ ജസ്റ്റ് സ്പിയർ വരയ്ക്കുക. ജസ്റ്റ് സ്പിയർ വരച്ചു. അതിനുശേഷം അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു.
മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യുക. ഈ ഒരു പോർഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ ജസ്റ്റ് കുറച്ചുകൂടി മൂവ് ചെയ്യാം. നമുക്ക് ഈ ഇത്രയും പോർഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഇതിലേക്ക് മോഡിഫൈ കൊടുക്കണമെങ്കിൽ മോഡിഫൈ ലിസ്റ്റിൽ ലാറ്റിസ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ലാറ്റിസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം സ്ട്രക്ട് മാത്രം മതിയെങ്കിൽ സ്ട്രക്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ബോക്സ് വരച്ചു. ഞാൻ F3 നെക്കി, F4 നെക്കി. അപ്പോൾ നമുക്ക് ബോക്സിലുള്ള സെഗ്മെന്റ്സും കൂടി കാണാൻ പറ്റും. ഓൾറെഡി 7 സെഗ്മെന്റ്സ് വെച്ചിട്ടുള്ളത്. ഞാൻ അതിനെ ബെൻഡ് മോഡിഫയർ കൊടുക്കുകയാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ബെൻഡ് മോഡിഫയർ ബി എന്ന് പ്രസ് ചെയ്താൽ തന്നെ ബെൻഡ് കിട്ടും. അതിൽ നമ്മളൊരു 45 ഡിഗ്രി കൊടുത്തു ആംഗിൾ. അപ്പോൾ നമ്മൾ സെഡ് ആക്സിസിലാണ് ബെൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു എക്സ് ആക്സിസ് കൊടുത്തത് എക്സ് ആക്സിൽ ഇങ്ങനെ കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതിനെ ആദ്യം ഞാൻ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുത്തു. നമ്മൾ എല്ലാത്തിൻ്റെയും സെൻറ്ററിലത്തെ പീസ് മാത്രം, അതായത് ഇതിനെ ഫോർത്ത് ഓപ്ഷൻ എടുക്കുക പോളിഗൺ. അതിൽ സെൻറ്ററിലത്തെ പീസ് മാത്രം ജസ്റ്റ് സെലക്ട് ചെയ്തു കൺട്രോൾ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്ത പോർഷൻ പോകും. ഓൾട്ട് നിൽക്കി കൺട്രോൾ പ്രസ് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോഴൊക്കെ കൺട്രോൾ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ മുന്നേ സെലക്ട് ചെയ്തൊക്കെ പോകും. ജസ്റ്റ് ഗ്രോ നിൽക്കുക. ഗ്രോ നിൽക്കി കഴിഞ്ഞാൽ കണ്ട അതിന് തൊട്ട് എൻ്റെർ ആയിട്ടുള്ള പോളിഗൺസ് ചെറിയ ചെറിയ സെഗ്മെന്റ്സും കൂടി സെലക്ട് ആവും. അതിനുശേഷം ഞാൻ വീണ്ടും മോഡിഫയർ നമ്മളിപ്പോൾ പഠിച്ച ലാറ്റിസ് മോഡിഫയർ അപ്ലൈ ചെയ്തു. ജസ്റ്റ് പ്രസ് ചെയ്തു, ലാറ്റിസ് അപ്ലൈ ചെയ്തു. ലാറ്റിസ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെർ ബോഡിയിലേക്കായിരിക്കും അപ്ലൈ ആയിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത ബോഡിയിലേക്ക് മാത്രമായിട്ട് ലാറ്റിസ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ടു എൻ്റെർ ഒബ്ജക്റ്റ് ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് സ്ട്രക്ട് മാത്രമാണെങ്കിൽ അത് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. റേഡിയസിന്റെ എമൗണ്ട് നമുക്ക് മാറ്റണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക. എത്രയാണോ വേണ്ടതെങ്കിൽ എത്രയാണ് കൊടുക്കുക. ഇപ്പൊ കണ്ട നമുക്ക് കിട്ടിയ ഷേപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ലാറ്റിസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിൻഡോ ക്രിയേഷൻ അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു പ്ലെയിൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് പ്ലെയിൻ വരച്ചു. കണ്ട പ്ലെയിൻ വരച്ചു. ഞാൻ അതിന്റെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാണ്. സെഗ്മെന്റ്സ് ലെങ്ത് സെഗ്മെന്റ്സ് ഒരു 16 കൊടുത്തു, അല്ല 7 കൊടുത്തു. ഇവിടുത്തെ സെഗ്മെന്റും 7 കൊടുത്തു. അതിലേക്ക് ഞാൻ ലാറ്റിസ് അപ്ലൈ ചെയ്യാണ്. മോഡിഫയർ ലിസ്റ്റ് ലാറ്റിസ് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ട ഒരു ഗേറ്റ് പോലത്തെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ച ഷേപ്പ് ആണെങ്കിൽ നമുക്ക് ലാറ്റിസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.